പവർ ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരിക, കൈയുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ആളുകളൊക്കെ ബോധം കെട്ട് വീഴുന്നതും, തൊട്ട് കഴിയുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നതും, അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു ശുശ്രൂഷയെക്കുറിച്ചായിരിക്കും പലരുടെയും മനസ്സിലേക്ക് കടന്നു വരിക. ഇതെല്ലാം ദൈവശക്തിയുടെ പ്രകടനങ്ങളാണെങ്കിലും ഈ പവർ ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ എല്ലാം ഒത്തിരി ഉപരിയായിട്ടുള്ള ഒന്നാണ്. നമുക്കറിയാം, പെന്തക്കുസ്താ ദിവസം പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ രോഗശാന്തി അവിടെ സംഭവിച്ചില്ല. നമുക്കറിയാം, പ്രകടമായ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. പക്ഷേ ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ അനേക ആയിരങ്ങളുടെ ഹൃദയങ്ങൾ സ്പർശിക്കപ്പെട്ടിട്ടുണ്ട്. ആത്മാക്കള് ദൈവത്താൽ സ്പർശിക്കപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പവർ ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ ആത്മാവിന്, മനുഷ്യന്റെ ആത്മാവിനെ തൊടാൻ പറ്റിയ വിധത്തിലുള്ള ഒരു ശുശ്രൂഷയെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്ഭുതങ്ങളൊന്നും പ്രകടമായിട്ട് സംഭവിക്കാത്തപ്പോഴും ശക്തിയുടെ സുവിശേഷീകരണം നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ ദൈവം പ്രവർത്തിക്കത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതങ്ങൾ വിട്ടുകൊടുക്കപ്പെട്ടുകൊണ്ടുള്ള ഒരു ശുശ്രൂഷ, അതാണ് പവർ ഇവാഞ്ചലൈസേഷൻ. വർഷങ്ങൾക്ക് മുമ്പ് കുളത്തുവയലില് മോൺസിഞ്ഞോർ വർക്കിയച്ചൻ വളരെ നന്നായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പാരലൽ കോളേജ് ഉപേക്ഷിച്ചുകൊണ്ട് മാറ്റി അതൊരു ധ്യാനമന്ദിരമാക്കുവാനായിട്ട് തീരുമാനമെടുത്തു. അപ്പൊ അതിന് കാരണമായിട്ട് അന്ന് അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ മലബാറിലെ കുടിയേറ്റ മേഖലകളിലൊക്കെ പള്ളി പണിയാനും സ്കൂള് പണിയാനും റോഡ് വെട്ടാനും വേണ്ടിയൊക്കെയാണ് എന്റെ ജീവിതം ചെലവഴിച്ചത്. എന്നാൽ ഇന്ന് കുടിയേറ്റ പ്രദേശങ്ങളെല്ലാം പ്രാഥമിക സൗകര്യങ്ങളൊക്കെ ആയി, ജനങ്ങളെല്ലാം സാമ്പത്തികമായി വളർന്നു. ഇനി അവർക്ക് ദൈവത്തെ കൊടുത്തില്ല എങ്കിൽ ഇനിയും പഴയതുപോലെ ഞാൻ റോഡ് വെട്ടിയും സ്കൂള് പണിതും നടന്നാൽ ഈ പുരോഗതി എല്ലാം നഷ്ടമായിട്ട് പോകും. അതുകൊണ്ട് ഇനി എന്റെ ജീവിതം കർത്താവിനെ കൊടുക്കുവാൻ, സുവിശേഷത്തെ കൊടുക്കുവാൻ മാറ്റി നിർത്തണമെന്ന് ദൈവം എനിക്ക് പ്രചോദനം തന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അതൊരു ധ്യാന കേന്ദ്രമാക്കി മാറ്റാൻ തീരുമാനിച്ചു. പക്ഷെ കുളത്തുവയലിൽ പോയിട്ടുള്ളവർക്കറിയാം, അന്ന് അവിടെ യാതൊരു സൗകര്യങ്ങളുമില്ല. മഴ പെയ്താല് ഇങ്ങനെ പായൽ പിടിച്ച് കിടക്കുന്ന പാറപ്പുറത്താണ് ഈ കോളേജൊക്കെ ഉള്ളത്. അപ്പൊ അവിടേക്ക് യാത്രാ സൗകര്യങ്ങളില്ല, താമസ സൗകര്യമില്ല. അപ്പൊ ഇങ്ങനെ ഒത്തിരി അസൗകര്യങ്ങളുള്ള സ്ഥലത്ത് കുറെ കട്ടിലൊക്കെ പണിത് ഒരു ധ്യാനമന്ദിരം തുടങ്ങിയപ്പോൾ ആളുകള് അതിനെക്കുറിച്ച് കളിയാക്കി, നവീകരണ രംഗത്തുള്ളവർ തന്നെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവര് പറഞ്ഞതാണ്, ഇവിടേക്ക് ആരെങ്കിലും ധ്യാനിക്കാൻ വരുമോ? ഈ കുഗ്രാമത്തിലേക്ക്, ഈ അസൗകര്യങ്ങളുടെ നടുവിലേക്ക് ആരും ധ്യാനിക്കാൻ വരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുളത്തുവയലിലെ അസൗകര്യങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. ഇതെല്ലാം കേട്ടപ്പോൾ എനിക്ക് എന്റെ ആത്മവിശ്വാസം ഒന്ന് കുറഞ്ഞു പോകുന്ന പോലെ, അപ്പൊ ഇത് വിജയിക്കുമോ എന്നുള്ള ചിന്ത എന്റെ മനസ്സിലുണ്ടായി. ഞാൻ അച്ഛന്റെ അടുത്ത് ചെന്ന് ഞാൻ ഇങ്ങനെ ആളുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛ, ഇവിടേക്കൊന്നും ആരും ധ്യാനിക്കാൻ വരികയില്ല എന്നാണ് നവീകരണത്തുള്ള എല്ലാവരും പറയുന്നത്. അപ്പൊ ഞാനിത് പറഞ്ഞപ്പോൾ അച്ഛനൊരു ചിരി ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, അതെ, ഒരുപാട് സൗകര്യങ്ങളുള്ള സ്ഥലത്തേക്കല്ല ആളുകൾ വരിക, കർത്താവ് പ്രവർത്തിക്കുന്നിടത്തേക്കാണ് ആളുകൾ വരിക. പ്രൈസ് ദി ലോർഡ്. പിൽക്കാലത്ത് അത് സത്യമാണെന്ന് തെളിവുണ്ടായി. അപ്പോൾ കർത്താവ് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഞാൻ ആ നാളുകളിലൊക്കെ ഓർക്കുകയാണ്, ആദ്യകാലങ്ങളിലൊക്കെ ഈ ധ്യാനത്തിന് അച്ഛന്റെ കൂടെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ചില വിഷയങ്ങൾക്കൊക്കെ ആവേശം കയറി അച്ഛൻ നിർദ്ദേശിച്ച സമയത്തേക്കാൾ കൂടുതൽ പറയുമായിരുന്നു. 1 മണിക്കൂർ തന്നാൽ 1.25 മണിക്കൂറൊക്കെ ആവും ചില വിഷയങ്ങളൊക്കെ പറയുമ്പോൾ നിർത്തുക. പറയാൻ ഒത്തിരി പോയിന്റ് ഉണ്ട്, ആവേശമുണ്ട്. അപ്പൊ അതോടെ പറഞ്ഞങ്ങ് തീർക്കാമെന്ന് കരുതി പലപ്പോഴും അന്നത്തെ കാലത്ത് പറയുമായിരുന്നു. ഒരു ദിവസം അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ, നമ്മൾ ഒരുപാട് പ്രസംഗിച്ചത് കൊണ്ടൊന്നും മനുഷ്യര് നന്നാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ കണ്ണും വിളിച്ചിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കർത്താവ് പ്രവർത്തിച്ചാൽ മാത്രമേ മനുഷ്യ ഹൃദയങ്ങൾ സ്പർശിക്കപ്പെടുകയുള്ളൂ. കർത്താവിനെ പ്രവർത്തിക്കാൻ ആ 1 മണിക്കൂർ മതി, അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ പ്രസംഗിക്കുന്നത് മതി എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. അപ്പൊ അച്ഛൻ എല്ലാ കാര്യങ്ങളും പറയുമ്പോഴും കർത്താവ് പ്രവർത്തിക്കുന്നതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അച്ഛൻ ചിന്തിച്ചു കൊണ്ടിരുന്നത്. പിന്നീട് ഒരിക്കലും ഞാൻ ഓർത്തു, അച്ഛൻ ഒട്ടും വിദ്യാഭ്യാസമൊക്കെ ഇല്ലാത്ത, പ്രസംഗചാതുര്യം ഇല്ലാത്ത ആളുകളെയൊക്കെ ധ്യാനത്തിന് ക്ലാസ് എടുക്കാൻ കയറ്റുമ്പോൾ ചിലരുടെ പ്രസംഗമൊക്കെ കേട്ടപ്പോൾ ഒരു സ്റ്റാൻഡേർഡും ഇല്ല എന്ന് എനിക്ക് തോന്നി.
അപ്പൊ അത് NRCക്ക് മോശമാണെന്നൊക്കെ തോന്നി ഒരു ദിവസം വളരെ മോശമായിട്ട് പ്രസംഗിക്കുന്ന ചിലരെ മാറ്റാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം കൊടുക്കാൻ ഞാൻ അച്ഛന്റെ അടുത്ത് ചെന്നപ്പോൾ അച്ഛൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അവർക്ക് പ്രസംഗിക്കാനുള്ള കഴിവില്ല എന്നുള്ളത് ശരിയാണ്, പ്രസംഗത്തിന് മനോഹാരിതയുമില്ല. പക്ഷെ അവർക്ക് പ്രസംഗിക്കാൻ കഴിവില്ലാത്തത് കൊണ്ട്, അതവർക്ക് അറിയാവുന്നത് കൊണ്ട് അവര് ഒരുപാട് പ്രാർത്ഥിക്കും, കർത്താവിൽ ആശ്രയിക്കും. അപ്പോൾ കർത്താവ് പ്രവർത്തിക്കും. അതുകൊണ്ട് അവർ തന്നെ ശുശ്രൂഷ ചെയ്യണമെന്ന് അച്ഛൻ പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ വാക്കുകളൊക്കെ ഞാൻ ഇന്ന് പ്രഭാതത്തില് എന്റെ ഓർമ്മയിലേക്ക് കടന്നു വരികയായിരുന്നു. അപ്പോൾ പവർ ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കർത്താവ് നമ്മുടെ ശുശ്രൂഷയിൽ പ്രവർത്തിക്കണം. നമ്മൾ എന്തു പ്രവർത്തിക്കുന്നു എന്നതല്ല, നമ്മൾ എന്താണ് പ്രവർത്തിക്കുന്നതെങ്കിലും അതിലൂടെ ദൈവം പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ശുശ്രൂഷകൾ വിജയിക്കുകയുള്ളൂ, ശുശ്രൂഷകൾ മുന്നോട്ട് പോകുകയുള്ളൂ. നമ്മളുടെ ജീവിതവും ശുശ്രൂഷകളും വഴിമുട്ടിപ്പോകുന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന്, നമ്മൾ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ദൈവം നമ്മളിൽ പ്രവർത്തിക്കാതെ ദൈവത്തിന്റെ പ്രവർത്തികൾ നമ്മളിലും നമ്മുടെ ശുശ്രൂഷകളിലും കുറയുകയും നമ്മുടെ പ്രവർത്തികൾ കൂടുകയും ചെയ്യുമ്പോഴാണ് ശുശ്രൂഷകൾ പലപ്പോഴും വഴിമുട്ടിപ്പോകുന്നതും ശുശ്രൂഷകൾ തളർന്നു പോകുന്നതുമെല്ലാം. അപ്പോൾ പുതിയൊരു കാലഘട്ടത്തിൽ പുതിയൊരു ശുശ്രൂഷയുടെ ആരംഭം കുറിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്ന നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, ദൈവം പ്രവർത്തിക്കത്തക്ക രീതിയിൽ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ ലോകമെങ്ങും പോയി സകല ജനതകളോടും സുവിശേഷം പറയുവാൻ പറഞ്ഞുവെങ്കിലും അവരോട് ഓടിപ്പോയി പ്രസംഗം ആരംഭിക്കുവാൻ പറഞ്ഞില്ല. മറിച്ച് ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ലഭിക്കുന്നതുവരെ കാത്തിരിക്കുവാൻ അവിടുന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് കാത്തിരിക്കാൻ പറഞ്ഞത്? നിയോഗം നേരത്തെ കൊടുത്തു, പരിശീലനങ്ങൾ നേരത്തെ കൊടുത്തു, അറിവൊക്കെ നേരത്തെ കൊടുത്തു. എങ്കിലും ഉന്നതത്തിൽ നിന്നുള്ള ശക്തി സ്വീകരിക്കുവാൻ വേണ്ടി കാത്തിരിക്കുവാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഉന്നതത്തിൽ നിന്നുള്ള നിയോഗങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ മനുഷ്യന്റെ ശക്തി കൊണ്ട് മാത്രം സാധിക്കുകയില്ല. സ്വർഗത്തിന്റെ ശക്തിയില്ലാതെ സ്വർഗം നമുക്ക് നൽകുന്ന നിയോഗങ്ങളെ പൂർത്തീകരിക്കാൻ എത്ര ശക്തനായ മനുഷ്യനും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഉന്നതത്തിൽ നിന്നുള്ള ശക്തിക്ക് വേണ്ടി കാത്തിരിക്കാൻ പറയുന്നത്. നമ്മളുടെ ശുശ്രൂഷകൾ വഴിമുട്ടി പോകുന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന്, ദൈവത്തിന്റെ നിയോഗങ്ങൾ മനുഷ്യന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നിറവേറ്റാൻ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് കർത്താവിന്റെ ശക്തി നമ്മളിൽ പ്രകടമാകണം. ഇനിയുള്ള കാലഘട്ടത്തിൽ തിന്മ ലോകം മുഴുവനും വ്യാപിച്ചുകൊണ്ടിരിക്കുക, തിന്മ മനുഷ്യ ഹൃദയങ്ങളെ കൈയടക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ശക്തി കൊണ്ടും വൈഭവങ്ങൾ കൊണ്ടും ബുദ്ധി കൊണ്ടും ഈ തിന്മയുടെ കടന്നുകയറ്റത്തെ ചെറുത്തു തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. സ്വർഗത്തിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. ഈ സ്വർഗത്തിന്റെ ശക്തി എങ്ങനെ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും? ശക്തിയുടെ ഉറവിടമായ ദൈവത്തോട് ചേർന്ന് ജീവിക്കാതെ ശക്തിയുടെ ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കുകയില്ല. പലരും വിചാരിക്കാറുണ്ട്, വരദാനങ്ങൾ ലഭിച്ചാൽ എനിക്ക് ശക്തിയുള്ള ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കും. വരദാനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതും ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്നതും ഒന്നും തെറ്റല്ല. പക്ഷെ എന്തുമാത്രം ഗിഫ്റ്റുകൾ നമുക്കുണ്ടെങ്കിലും ശക്തിയുടെ ഉറവിടമായ ദൈവത്തോട് ചേർന്നുള്ള ഒരു ജീവിതമില്ലെങ്കിൽ ഈ ഗിഫ്റ്റുകൾ ഒന്നും പ്രയോജനമില്ലാതായിട്ട് പോകും. ഇവയെല്ലാം കിട്ടിയിട്ടും ഒന്നും ചെയ്യാൻ കഴിയാതെ ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകും. അപ്പോൾ ശക്തിയുടെ ഉറവിടമായ ദൈവത്തോട് ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ വിജയകരമായ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ഏറ്റവുമേറെ ആവശ്യമുള്ളത്. ഞാൻ പലപ്പോഴും ഓർക്കാറുള്ളത് വിശുദ്ധ പാട്രിക്കിനെ കുറിച്ചാണ്. പാട്രിക്ക് അയർലൻഡിലേക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ ഒരു അടിമ ചെറുക്കനായിരുന്നു. അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വീണ്ടും തിരിച്ചെത്തിയെങ്കിലും അയർലൻഡിലെ ജനങ്ങളുടെ ശബ്ദം കേട്ട് അവൻ അയർലൻഡിലേക്ക് തിരിച്ചു പോവുകയാണ്. ഒരൊറ്റ മനുഷ്യൻ തന്നെ അയർലൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യത്തെ മുഴുവനും ക്രിസ്തുവിന് വേണ്ടി നേടി. ഓർത്തു നോക്കുക, ഒരൊറ്റ വ്യക്തി, ഒരൊറ്റ ജീവിതം അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്തെ മുഴുവനും ക്രിസ്തുവിന് വേണ്ടി. ഒരുപാട് അന്ധവിശ്വാസങ്ങളും തിന്മകളും ഉണ്ടായിരുന്ന ഒരു ജനതയെ മാറ്റിമറിക്കുവാൻ ഒരൊറ്റ വ്യക്തിക്ക് സാധിച്ചുവെങ്കിൽ എന്തുമാത്രം ദൈവാത്മാവിന്റെ ശക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ ഇത്രയും പേര് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളിലൂടെ നമ്മുടെ കർത്താവിന് ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കുക എത്ര എളുപ്പമായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കുക.
പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഒരുപാട് മനുഷ്യരെ ആവശ്യമില്ല. ദൈവത്തിന് ഒരുപാട് കഴിവുള്ള മനുഷ്യരെ ആവശ്യമില്ല. ദൈവത്തിന്റെ ആത്മാവിനോട് പൂർണ്ണമായിട്ടും വിധേയപ്പെടുന്ന ചുരുക്കം ചില വ്യക്തികളിലൂടെ തന്നെ ലോകത്തിന്റെ ഭാവിയെ മാറ്റിമറിക്കുവാൻ കർത്താവിന് സാധിക്കും. സഭയെ രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവിന് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ തക്ക വിധത്തില് ജീവിതത്തെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളൊരു കാര്യമുണ്ട്. എന്തുകൊണ്ട് തോമാസ് ലീഹായെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് അയച്ചു? എന്തുകൊണ്ട് പാകിസ്ഥാനിലേക്ക് അയച്ചില്ല? എന്തുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ചില്ല? എന്തുകൊണ്ട് ശ്രീലങ്കയിലേക്കും തായ്ലൻഡിലേക്കും മലേഷ്യയിലേക്കും അയച്ചില്ല? എന്തുകൊണ്ട് നമ്മുടെ ഈ കേരളത്തിലേക്ക് അയച്ചു? ആദ്യ നൂറ്റാണ്ടിൽ തന്നെ സുവിശേഷം കേൾക്കുവാനും ഇവിടെ ഒരു സഭ രൂപം കൊള്ളുവാനും എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് ശ്രദ്ധിച്ചു? ഇതിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ഹിസ്റ്ററി കൂടി നമ്മൾ പഠിക്കണം. നമുക്കറിയാം, കരിസ്മാറ്റിക് നവീകരണം ആരംഭിച്ചത് അമേരിക്കയിലാണ്. പക്ഷേ അവിടെയാണത് ആരംഭിച്ചത് എങ്കിലും അവിടെ കുറച്ചു കഴിഞ്ഞപ്പോൾ കെട്ടുപോയ ഒരു അനുഭവം ഉണ്ടായി. ഇന്ത്യയിൽ അത് വന്നു. എല്ലായിടത്തും ധ്യാനങ്ങളും ശുശ്രൂഷകളും നടന്നുവെങ്കിലും നമ്മുടെ കേരളത്തിലാണ് അത് ആഴപ്പെട്ട് വളർന്നത്. ഇത്രയധികം ധ്യാന മന്ദിരങ്ങളും വചന ശുശ്രൂഷകളും എല്ലാം നടന്നത് ലോകത്തിലെ മറ്റൊരു ഭാഗത്തുമല്ല, നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. എന്തുകൊണ്ട് അമേരിക്കയിൽ ആരംഭം കുറിച്ച പരിശുദ്ധാത്മാവിന്റെ ഈ കാലഘട്ടത്തിലെ പ്രവർത്തനം ഈ കടലുകളും കടന്ന് രാജ്യങ്ങളും കടന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വന്ന് കോൺസെൻട്രേറ്റ് ചെയ്തു? എന്തുകൊണ്ട് മലയാളികൾക്ക് എത്രമാത്രം വചനത്തിന്റെ പെരുമഴയിലെ മുങ്ങിക്കുളിക്കുവാൻ ദൈവം സ്വർഗം അവസരം നൽകി? ദൈവത്തിന് മലയാളികളെ കുറിച്ച് അനാദിയിലെ തന്നെ ഒരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു. നമ്മള് ടൂറിസം ഡിപ്പാർട്ട്മെന്റുകൾ നമ്മളെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറഞ്ഞാണ് കേരളത്തെ വിശേഷിപ്പിക്കുക. അത് ഈ കരിസ്മാറ്റിക് നവീകരണത്തിന്റെയും ആദ്യ നൂറ്റാണ്ടിൽ തോമാസ് ലീഹായുടെ ആഗമനത്തിന്റെയും പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോഴും വളരെ ശരിയാണ് എന്ന് നമുക്ക് ബോധ്യമാകും. ദൈവം തെരഞ്ഞെടുത്ത നാടാണ് കേരളം. ദൈവം തെരഞ്ഞെടുത്തവരാണ് മലയാളികൾ. ദൈവം എന്തിനു വേണ്ടി മലയാളികളെ തെരഞ്ഞെടുത്തിരിക്കുന്നു? നമ്മളിലൂടെ ഈ അവസാന കാലഘട്ടത്തിൽ ലോകം മുഴുവനും ക്രിസ്തുവിന്റെ രക്ഷ വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ടാണ് കരിസ്മാറ്റിക് നവീകരണം മറ്റൊരിടത്തുമില്ലാതെ ആഴപ്പെട്ട് വളരുവാൻ ഇടയാകിയത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. പലപ്പോഴും നമ്മൾ അഭിഷേകത്തിന് വേണ്ടി ദാഹിക്കുമ്പോൾ ഒരു കാര്യം മറന്നു പോകുന്നു. ദൈവം വെറുതെ ആർക്കും അഭിഷേകം കൊടുക്കാറില്ല. ഇവൻ കുറെ കാലമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാ കുറച്ച് അഭിഷേകം നിറന്നോട്ടെ എന്ന് പറഞ്ഞ് ഒരു വ്യക്തിക്കും ചുമ്മാ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊടുക്കാറില്ല. ദൈവം അഭിഷേകം കൊടുക്കുന്നത് വളരെ വ്യക്തമായ ദൗത്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, യെശയ്യായുടെ പുസ്തകത്തില് 61-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, കർത്താവിന്റെ ആത്മാവ് എന്നിലുണ്ട്. എന്തിനു വേണ്ടിയാണ് കർത്താവിന്റെ ആത്മാവ് എന്നിലേക്ക് വന്നിരിക്കുന്നത്? അത് നമുക്കറിയാം, ബന്ധിതർക്ക് വിമോചനം കൊടുക്കാൻ, അന്ധർക്ക് കാഴ്ച കൊടുക്കാൻ, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഘോഷിക്കാൻ, ഇങ്ങനെ വളരെ വ്യക്തമായ ദൗത്യവും കൂടി അവിടെ പറയുകയാണ്. കർത്താവിന്റെ ആത്മാവ് നമ്മളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെയല്ല, ഒരു വൈകാരി അനുഭവം ഉണ്ടാകാൻ വേണ്ടിയല്ല, സ്തുതിച്ച് പ്രാർത്ഥിച്ചിരിക്കാൻ വേണ്ടിയല്ല. കർത്താവിന്റെ ആത്മാവ് നമ്മളിലേക്ക് കടന്നു വരുന്നത് കർത്താവിന്റെ പദ്ധതികൾ ഈ കാലഘട്ടത്തിൽ എന്നിലൂടെയും നിങ്ങളിലൂടെയും യാഥാർത്ഥ്യമാകുന്നതിനു വേണ്ടിയാണ്. അതുകൊണ്ട് അഭിഷേകം സ്വീകരിക്കുന്നവർ അപകടത്തിലാണ്. അഭിഷേകത്തിലൂടെ ദൈവം ഒരു വലിയ ഉത്തരവാദിത്വം നമുക്ക് നൽകുകയാണ്. നിരവധി ധ്യാന ശുശ്രൂഷകളിൽ പങ്കെടുത്ത് അഭിഷേകം സ്വീകരിച്ചിട്ട് അഭിഷേകത്തിലൂടെ കിട്ടുന്ന ദൗത്യം മറന്നുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മൾ അവിശ്വസ്തത പുലർത്തുകയാണ്. അപ്പോൾ അഭിഷേകത്തിന് ഒരു ലക്ഷ്യമുണ്ട്. അഭിഷേകത്തിലൂടെ ഒരു ദൗത്യം നമുക്ക് കിട്ടുന്നുണ്ട്. ആ അഭിഷേകത്തിന്റെ ദൗത്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചാലാണ് നമ്മളുടെ ശുശ്രൂഷകളിൽ പവർ ഉണ്ടാവുകയുള്ളൂ. അതായത്, എന്തിനു വേണ്ടി ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു, എന്തിനു വേണ്ടി ഞാൻ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു, അത് ഞാൻ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് എന്റെ ശുശ്രൂഷകളെ ക്രമപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ ശക്തി എന്റെ ജീവിതത്തിൽ വെളിപ്പെടും. ഉദാഹരണം പറഞ്ഞാൽ,
ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ഒരു മീഡിയയുമായി ബന്ധപ്പെട്ട ശുശ്രൂഷയാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ മറ്റെല്ലാ ശുശ്രൂഷകളിൽ നിന്നും പിൻവാങ്ങി. മറ്റ് ടീമുകൾ നടത്തുന്ന പോലെ നിരന്തരം ധ്യാനം നടത്തി ധ്യാനം പ്രസംഗിക്കുവാനല്ല എന്റെ വിളി എന്ന് എനിക്കറിയാം. കൺവെൻഷനിൽ പ്രസംഗിക്കാനല്ല എന്റെ വിളി എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒരുപാട് പേര് പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ ഞാൻ നോ പറയും. ഒത്തിരി പേരുടെ അപ്രീതി ഞാൻ നേടിയിട്ടുണ്ട്. ഒത്തിരി പേര് നിർബന്ധിച്ചിട്ട് ഞാൻ പോകാതിരിക്കാറുണ്ട് പ്രസംഗിക്കാൻ. എന്തുകൊണ്ടാണ്? എന്റെ സമയം അതിനുവേണ്ടി ചെലവഴിക്കാനുള്ളതല്ല എന്ന ബോധ്യം എനിക്കുണ്ട്. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് അതിനല്ല. അത് തെറ്റായത് കൊണ്ടല്ല. ഞാൻ കോഴിക്കോട് നിന്ന് കോട്ടയത്ത് 1 മണിക്കൂർ പ്രസംഗിക്കാൻ വരുമ്പോൾ അത് നല്ലതായിരിക്കാം. പക്ഷെ എന്റെ 2 ദിവസം പോകും. ആ 2 ദിവസം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ദൗത്യങ്ങളിൽ കുറവ് വരും. അപ്പൊ എന്റെ വിളിയുടെ മേഖല, എന്റെ വിളിയുടെ പ്രത്യേകതകളെ ഞാൻ തിരിച്ചറിയുമ്പോൾ ഞാൻ അവിടേക്ക് എന്റെ ഊർജം, ജീവിതം സമർപ്പിക്കുന്നു. അപ്പോൾ അവിടെ വളർച്ചയും ഉയർച്ചയും ഉണ്ടാകുകയാണ്. ചിലരിങ്ങനെ എല്ലായിടത്തും ഓടി നടക്കും. എവിടെയാണ് രക്ഷപ്പെടാൻ പറ്റുക, എവിടെയാണ് അവസരം കിട്ടുക, എവിടെയാണ് എനിക്ക് ഉയർച്ച കിട്ടുക, എവിടെയാണ് എന്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റുക, ഇങ്ങനെ ഓടി നടന്ന് പലരുടെയും ജീവിതം അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ എന്തിനു വേണ്ടി വിളിച്ചു എന്ന് തിരിച്ചറിയണം. കർത്താവ് നമ്മളെ എവിടേക്കാണ് വിളിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയണം. അവിടെ നമ്മൾ നമ്മളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും സമർപ്പിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. നമ്മുടെ ചില സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ അല്ല ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിന് നൽകുന്നത്. നമ്മുടെ സ്വപ്നങ്ങളെ തകർക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മളിലൂടെ ദൈവത്തിന്റെ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കുവാൻ ദൈവത്തിന് സാധിക്കുകയുള്ളൂ. ഞാൻ വിവാഹം കഴിഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിലെ കണക്കുകൂട്ടലുകൾ, എന്റെ ഭാര്യ കോതമംഗലത്ത് ജോലി ചെയ്യുന്നു. ഞാന് മലബാറിൽ നിന്ന് എത്രയും പെട്ടെന്ന് എന്റെ ബാങ്കിന് കോതമംഗലത്തും പരിസരത്തും നിരവധി ബ്രാഞ്ചുകളുണ്ട്. ഒരു ട്രാൻസ്ഫർ വാങ്ങി കോതമംഗലത്ത് സെറ്റിൽ ചെയ്ത് സുഖമായിട്ട് ജീവിക്കാമെന്നുള്ള കണക്കുകൂട്ടലുകളിലാണ് വിവാഹം കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ജീവിച്ചത്. എന്നാൽ അങ്ങനെയിരിക്കെ ദൈവം എന്നോട് പറയുന്നു ബാങ്കിലെ ജോലി രാജിവെക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, എന്റെ അതുവരെയുള്ള എല്ലാ കണക്കുകൂട്ടലുകളും അവിടെ തകിടം മറിയുകയായിരുന്നു. അത് ദൈവത്തിന്റെ ശബ്ദം തന്നെയാണെന്ന് ആത്മീയ ഗുരുക്കന്മാരിലൂടെ ഉറപ്പ് കിട്ടിയപ്പോൾ മേലുകീഴ് ചിന്തിക്കാതെ ഞാൻ റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്യുന്ന സമയത്ത് എന്റെ സുഹൃത്തുക്കളെ ഉപദേശിച്ചു, ബെന്നി ഇങ്ങനത്തെ ഒരു മണ്ടത്തരം ചെയ്യരുത്. ബാങ്കിൽ ജോലിയോടുകൂടി സുവിശേഷം പ്രഘോഷിച്ചാൽ പോരെ, ഫുൾ ടൈം സുവിശേഷം പ്രഘോഷിക്കാൻ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ ഇല്ലേ. ഇങ്ങനെ പലരും എന്നെ ഉപദേശിച്ചു. വേറെ ചിലർ പറഞ്ഞു, ബെന്നിക്ക് ഭാര്യയില്ലേ, മക്കളില്ലേ, അവരെക്കുറിച്ചുള്ള ഉത്തരവാദിത്തമില്ലേ, അതുകൊണ്ട് ഇങ്ങനത്തെ പണി ചെയ്യരുത് എന്ന് പറഞ്ഞ് വേറെ ചിലർ നിർബന്ധിച്ചു. അപ്പോൾ ഞാൻ അവരോടെല്ലാം പറഞ്ഞു, ഫെഡറൽ ബാങ്കിന്റെ മാനേജ്മെന്റിനേക്കാളും വിശ്വസ്തനാണ് എന്റെ കർത്താവ്. എന്റെ കർത്താവ് പറഞ്ഞത് അനുസരിച്ചുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്ത് അവിടുത്തെ ജോലി ചെയ്യുമ്പോൾ എന്റെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബാങ്കിന്റെ പടികൾ ചവിട്ടിയിറങ്ങിയത്. പ്രിയപ്പെട്ടവരെ, ഈ 20 വർഷവും ദൈവത്തിന്റെ പരിപാലനയും വിശ്വസ്തതയും ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാൻ ബാങ്കിലെ ജോലി രാജിവെക്കുമ്പോൾ കർത്താവിനോട് 2 കാര്യങ്ങൾ പറഞ്ഞു. 1, സ്റ്റെല്ല സമ്മതിക്കണം. 2, എന്റെ ഭാവി ജീവിതത്തിൽ എനിക്ക് എന്തെല്ലാം സാമ്പത്തിക ആവശ്യങ്ങളുണ്ടായാലും ഞാൻ ഒരു മനുഷ്യനോടും കടം ചോദിക്കുകയില്ല. നീ തന്നെ അറിഞ്ഞ് എന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു തരണം എന്ന് ഞാൻ പറഞ്ഞു. ഇന്നുവരെയും എന്റെ കർത്താവ് വിശ്വസ്തനാണ്. ഞാൻ നിരവധി രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ഒരു രാജ്യത്തും ഞാൻ കളക്ഷൻ എടുത്തിട്ടില്ല. ഷാലോൻ ടിവിക്ക് പോലും കളക്ഷൻ എടുത്തിട്ടില്ല. പണം ചോദിച്ചിട്ടില്ല, പിരിച്ചിട്ടില്ല. മറിച്ച് എന്റെ ദൈവം എന്നെ ഇന്നുവരെയും പരിപാലിച്ചിരുന്നു. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ദൈവം മതിയായവനാണ്. ആ ദൈവത്തിൽ വിശ്വസിച്ചാലേ നമുക്ക് 2 കൈയും വിട്ട് ചാടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പലരുടെയും ഭീതി ഭൗതികമായ കാര്യങ്ങളിലാണ്, സാമ്പത്തികമായ മേഖലകളിലൊക്കെയാണ്. കർത്താവിന് വേണ്ടി കൂടുതൽ സമർപ്പിക്കുമ്പോൾ ആ മേഖലകളൊക്കെ പലരെയും പിന്നിലേക്ക് വലിക്കും. എന്നാൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒന്നാമതായിട്ട് ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് തരുമെന്നും. നമ്മുടെ കർത്താവ് വാക്കു മാറാത്തവനാണ്. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവരെ, ഷാലോൻ ടി വി ആരംഭിക്കുന്ന സമയത്ത് സ്റ്റുഡിയോയുടെ പണിയൊക്കെ നടക്കുമ്പോൾ പണിക്കാർക്ക് കൂലി കൊടുക്കാൻ പോലും പൈസയില്ലാതെ വിഷമിക്കുകയാണ്. അങ്ങനെ വിഷമിക്കുന്ന കാലഘട്ടത്തിൽ വിദേശത്തുള്ള എന്റെ പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞു, ബ്രദർ ഒന്നിങ്ങ് വന്നാൽ മതി, ഷാലോമിനായതുകൊണ്ട് ആളുകൾ ഒത്തിരി സഹായിക്കും.
ഞങ്ങൾ നല്ലൊരു എമൗണ്ട് പിരിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് പല രാജ്യങ്ങളിലേക്കും എന്നെ സുഹൃത്തുക്കൾ വിളിച്ചു. എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ അത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി. കാരണം എനിക്ക് വേണ്ടിയല്ല, കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയല്ലേ അവിടെ പോയി പണം പിരിച്ചു എന്നോട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നി. പക്ഷെ പിന്നീട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല എന്ന് തോന്നി. ഒന്നാമത്തെ കാര്യം, ഞാൻ അങ്ങനെ വിദേശത്ത് പോയി പണം പിരിച്ചു കൊണ്ടുവന്ന ഒരു ചാനൽ തുടങ്ങിയാൽ അത് എത്ര കാലം അങ്ങനെ പിരിക്കാൻ പറ്റും? കാരണം ചാനൽ തുടങ്ങുന്നതിനേക്കാൾ കൂടുതൽ ചെലവ് നിലനിർത്തി കൊണ്ടുപോകാനാണ്. അപ്പൊ ഈ എല്ലാ കാലത്തും പിരിച്ചുകൊണ്ടുവരുന്ന ചാനൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ചാനൽ തുടങ്ങുന്നതിനകത്ത് അർത്ഥമില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ പോയി അങ്ങനെ പിരിവെടുത്ത് ചാനൽ നടത്തിയാൽ ഈ ചാനൽ കർത്താവിന്റെ ആകുകയില്ല. കർത്താവ് പറഞ്ഞാണ് ചെയ്യുന്നതുകൊണ്ട് കർത്താവ് ബാക്കി ചെയ്യണമെന്ന് ചിന്തിച്ചു. മൂന്നാമതായിട്ട് എന്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു. ഞാൻ വിദേശത്തേക്ക് പോകുമ്പോൾ അവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഞാൻ ചെല്ലുമ്പോൾ അവിടെ ധ്യാന പരിപാടികൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ആ ധ്യാനത്തിൽ ഞാൻ പ്രസംഗിക്കുന്നു. പക്ഷേ എന്തിനു വേണ്ടിയാണ്? ഈ ധ്യാനത്തിന്റെ മറയില് ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? കുറച്ച് ഫണ്ട് കളക്ട് ചെയ്യണം. അപ്പൊ ഇതൊരു വഞ്ചനയാണെന്ന് എനിക്ക് തോന്നി. കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കാൻ പോകുമ്പോൾ മറ്റ് ഒരു ലക്ഷ്യവും എനിക്കുണ്ടാകാൻ പാടില്ല എന്നൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി. അതുകൊണ്ട് ഒരു ധ്യാന ശുശ്രൂഷയുടെ മറവില് ഒരിക്കലും ഒരു ഫണ്ട് പിരിവ് വേണ്ട, ദൈവം അത് ആഗ്രഹിക്കുന്നില്ല എന്ന് കരുതി ഞാനൊരു തീരുമാനമെടുത്തു. ഷാലോം TV യാഥാർത്ഥ്യമായി ഇല്ലെങ്കിലും വേണ്ടില്ല, ഞാൻ വിദേശത്ത് പോകുകയില്ല, പണം പിരിക്കുകയില്ല. അങ്ങനെ 2003 മുതൽ 2007 വരെ ഞാൻ ഒരു വിദേശ രാജ്യങ്ങളിലും പോയില്ല. കാരണം എന്താണെന്നറിയാമോ? വിദേശ രാജ്യങ്ങളിൽ പോയാൽ എനിക്ക് ശുശ്രൂഷയിൽ ഒത്തിരി സാമ്പത്തിക ആവശ്യങ്ങളുണ്ട്. എന്റെ ബലഹീനത കൊണ്ട് ഞാൻ ചിലപ്പോൾ പണം ആഗ്രഹിച്ചു പോകാം, അതൊരു തെറ്റിലേക്ക് നയിക്കാം. അതുകൊണ്ട് 2007 ആയപ്പോഴേക്ക് ഷാലോം TV എസ്റ്റാബ്ലിഷ്ഡ് ആയി, ഏകദേശം എല്ലാം ഓർഡറായി. അതിനുശേഷമാണ് ഞാനൊരു വിദേശ രാജ്യത്ത് പോകാനായിട്ട് തീരുമാനിച്ചത്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഈ 11 വർഷമായി ഷാലോം TV ആരംഭിച്ചിട്ട് ഈ 11 വർഷവും ദൈവം പറഞ്ഞു തുടങ്ങിയ ശുശ്രൂഷ ഒന്നിനും കുറവില്ലാതെ ഇന്നും നിലനിൽക്കുന്നു. ഇന്നും ആയിരക്കണക്കിന് ആളുകളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് ഓരോ മാസവും അത് നിലനിൽക്കുവാനുള്ള പണം കിട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ദൈവം വിശ്വസ്തനാ. നമ്മുടെ ദൈവം പറയുന്നത് അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അവിടുന്ന് വാക്കുമാറാതെ നമ്മളെ സഹായിക്കുവാൻ നമ്മുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് കർത്താവിനെ അനുസരിക്കുന്നതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. അത്യുന്നതനാമാത്മാവേ, നിത്യസഹായകനേ, അഗ്നിനാളമായി നീ ഞങ്ങളിൽ കത്തിപ്പടരണമേ. അത്യുന്നതനാമാത്മാവേ, നിത്യസഹായകനേ, അഗ്നിനാളമായി നീ ഞങ്ങളിൽ കത്തിപ്പടരണമേ. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. വിഷൻ 2033 2033 ആകുമ്പോഴേക്കും ലോകം മുഴുവനും യേശുവിനെ അറിയണം. This program is so touching me. ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരിയേറെ പേര് ഇതിൽ വന്ന് സംബന്ധിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന നന്മകൾ ധാരാളമായിട്ട് സമൂഹത്തിന് ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇറങ്ങുക, കർത്താവിന് വേണ്ടി ഇറങ്ങുക. ആമേൻ. ഹല്ലേലൂയ. തിരുസഭ തന്നിൽ പാവന റൂഹ സത്യവെളിച്ചം പകരട്ടെ. തിരുവചനത്തിൻ സാക്ഷ്യം നൽകാൻ ധീരത ഹൃത്തിൽ നിറയ്ക്കട്ടെ. ജനപദങ്ങളെ ഉണരുവിൻ, സകലരുമൊന്നണി ചേരുവിൻ. ഏകരക്ഷകനേശുനാഥനു സാക്ഷ്യം നൽകിയിടുവിൻ. 2033
പത്ത്